ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ മുത്തശ്ശിയെ സോപ്പിട്ട് കൂടുകയാണ് അപർണ. മുത്തശ്ശിയാണെങ്കിലും ഇത്രയും കാലവും താൻ ജാനകിയെ ഈ വീട്ടിലെ മരുമകളായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. മോളെ, ഈ വീട്ടിലെ യഥാർത്ഥത്തിലുള്ള മരുമക്കളെന്ന് പറഞ്ഞാൽ ഇപ്പം നീയും അതുപോലെ ഇന്ന് വന്ന് കയറിയ നിരഞ്ജനിയും ഒക്കെയാണ്. പിന്നെ ആ ജാനകി നിരഞ്ജനിയെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നിരഞ്ജനയും ജാനകിയും തമ്മിൽ അടുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ മുത്തശ്ശിക്കറിയാം. എന്തായാലും മോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ മുത്തശ്ശി നീ കാണുന്ന ആളൊന്നും അല്ല. ഈ വീട്ടിൽ 2 മരുമക്കൾ മതി. അത് നീയും അതുപോലെ നിരഞ്ജനയും ആയിരിക്കുമെന്ന് മുത്തശ്ശി വാക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ അപർണയുടെ മനസ്സിലാണെങ്കിലോ, മുത്തശ്ശി ഈ ആളകാപുരി തറവാട്ടിൽ ഒരേ ഒരു മരുമകൾ മതി. അത് ഈ നിൽക്കുന്ന അപർണയായിരിക്കും. അല്ലാണ്ട് മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ ജാനകിയും അതുപോലെ നിരഞ്ജനയും ഒന്നും ആയിരിക്കില്ല. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അജയുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്ന തമ്പിയെയും തമ്പിയുടെ ഗുണ്ടയെയുമാണ്. അപ്പോൾ ഗുണ്ടയുടെ അടുത്ത് ചെന്നിട്ട് തമ്പി പറഞ്ഞു, എടാ നിന്നെയൊക്കെ വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റുമോ? നീയൊക്കെ എന്താ ചെയ്ത് വെച്ചത്? അല്ല, ആ അഭി എങ്ങനെയാ ഇവനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തിയത്? എൻ്റെ പൊന്ന് സാറേ, എനിക്കറിയത്തില്ല. പിന്നെ അഭി സാറും അതുപോലെ തന്നെ സൂര്യനാരായണൻ സാറും ഒക്കെ അവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് അവരോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുമല്ല, അവന്മാരെങ്ങാനും ഞങ്ങളെ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ പേര് പറയേണ്ടി വരില്ലേ? അപ്പം അങ്ങനെ പറഞ്ഞാൽ അത് സാറിനെയും സാറിൻ്റെ മകളെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. വലിയ പ്ലാനൊക്കെ നടത്തിയിട്ട് അത് പൊളിച്ചടുക്കിയിട്ട് അവസാനം എന്നെ രക്ഷിച്ച പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. എൻ്റെ തമ്പി സാറേ, ഞാൻ പറയുന്നത് സാറൊന്ന് മനസ്സിലാക്ക്. അഭിസാറുമായിട്ട് നമുക്ക് ഇടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അഭിസാറ് നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല സാറേ. പുള്ളിക്കാരനി അത്യാവശ്യം നല്ല ജിമ്മാണെന്ന് പറയുക. അങ്ങനെ തമ്പിയാണെങ്കിലോ ശരി ശരി, ഇനി എന്തായാലും കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. ആരാണ് ഈ സ്ഥലം അത് കാണിച്ചു കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം സാറേ. മിക്കവാറും ഞങ്ങൾ അവനെ കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഏതേലും ഒരുത്തൻ അത് കണ്ടു കാണും. അങ്ങനെ ആയിരിക്കും അവൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ സാറിന് ആശ്വസിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി അജയെ താമസിപ്പിച്ച ആ ഗോഡൗണ് അത് ശരണിൻ്റെ പേരിലുള്ള ഗോഡൗണാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സംശയം വരിക ശരണിലേക്കായിരിക്കും. സാറിനെ ആരും സംശയിക്കില്ലെന്നേ. സാറ് സമാധാനപ്പെടുന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുക. പിന്നീടാണെങ്കിലോ നമ്മുടെ അളകാപുരി തറവാട്ടിൽ സൂര്യനാരായണന് മുന്നിൽ അഭിയും അമലും അതുപോലെ സൂര്യയും പിന്നെതാ നമ്മുടെ അജയും കൂടി ഇരുന്ന് സംസാരിക്കുക. അജയ്, നീ ഇപ്പം ഈ കാണിച്ചതുണ്ടല്ലോ, നിന്റെ കാരണം അടിച്ചു പുകയ്ക്കേണ്ട ആ കാര്യമാണ്. എന്തായാലും ഈ വിവാഹ ദിവസം തന്നെ നീ എങ്ങോട്ടാടാ ഓടിപ്പോയത്? അച്ഛൻ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഒരിക്കലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതൊന്നും അല്ല. ഞാൻ അവിടെ നിന്ന സമയത്ത് എന്നെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് അജയ് പറയുക. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അളിയ മിക്കവാറും ആ ശരൺ തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ അമൽ പറയുകയാണ്. അമൽ പറയുന്നതൊക്കെ കേട്ടിട്ടും നമ്മുടെ അഭിക്കാണെങ്കിലോ ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും അവൻ വെള്ളം അടിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞതാകാനാണ് സാധ്യത. അല്ലാതെ അവൻ ഒരിക്കലും അജയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ധൈര്യമോ സെറ്റപ്പോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടാണോ എന്നെ കൊണ്ടുപോയി ശരണിൻ്റെ ആ ഒരു ഗോഡൗണിൽ ഇട്ടത്? ഇനി ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളത് മുഴുവനും സംഭവിച്ചു. ഇതിൻ്റെ പേരിൽ ഒരിക്കലും ഇനി ആരും തമ്മിൽ വഴക്ക് കൂടാൻ നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ സമാധാനം ആയില്ലേ എന്ന് ചോദിക്കുക സൂര്യ. ഇതൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ അജയാണെങ്കിലോ എന്നെ പൂട്ടിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ണിത്താൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉണ്ണിത്താനും അതുപോലെ ഭാര്യയും കൂടി, എൻ്റെ ദൈവമേ എന്തിനാ 5-6 മക്കൾ? ഇതൊരെണ്ണം മതിയല്ലോ. ഇന്ന് ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മരണാനന്തര ചടങ്ങ് അത് നടത്തേണ്ടി വന്നേനെ. നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ ഈ പറയുന്നതെന്ന് പുള്ളിക്കാരൻ്റെ ഭാര്യ വന്ന് ചോദിക്കുക. മരണാനന്തര ചടങ്ങെന്ന് പറഞ്ഞതേ നിന്റെ മകളും എന്തായാലും അവനെ കിട്ടിയില്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യും. ഇതിലും ഭേദം അതായിരുന്നു നല്ലത്. എന്തൊക്കെയാ മനുഷ്യ, നമുക്കാകെയുള്ളൊരു കുഞ്ഞല്ലേ അത്? കുഞ്ഞോ അതോ അത് കുട്ടിപ്പിശാശാണെന്ന് പറയുകയാണ് പുള്ളിക്കാരൻ. എന്തായാലും അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾ നേടിയെടുത്തല്ലോ. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തമ്പിയുടെ കോള് വരുന്നത്. വിളിക്കുന്നത് തമ്പിയാണല്ലോ. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തേക്കാന്നും പറഞ്ഞ് ഉണ്ണിത്താൻ ഫോൺ എടുക്കുക. അല്ല, ഇന്നത്തെ ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം അത്
താൻ ആലോചിച്ചോ എന്ന് ചോദിക്കുക തമ്പി. ആ ആലോചിച്ചു. ഇതിന് പിന്നിൽ ആ ശരണാണോ അതോ സൂര്യനാരായണനാണോ കളിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ശരൺ തന്നെ ആയിരിക്കാനാ സാധ്യത. അല്ലെങ്കിൽ പിന്നെ അജയെ തട്ടിക്കൊണ്ടു പോയി തന്നെ നാണം കെടുത്താനുള്ള ഈ ഒരു പരിപാടി ചെയ്തത് മറ്റാരാകാനാണ്? ആ അജയ് തന്നെ എന്തായാലും തിരികെ വന്നല്ലോ. അജയെ അഭി കണ്ടെത്തി കൊണ്ടുവന്നതല്ലേടോ എന്ന് നമ്മുടെ തമ്പി ചോദിക്കുക. സംഭവമൊക്കെ ശരി തന്നെയാ. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും താൻ കണ്ടെത്തിയിരിക്കുമെന്ന് ഉണ്ണിത്താനും പറയുക. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ കുറ്റങ്ങളും നമ്മുടെ ശരണിൻ്റെ തലയിലേക്ക് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ്ശ്രമം നമ്മുടെ തമ്പി നടത്തുക. ഉണ്ണിത്താൻ പറഞ്ഞു, എന്തായാലും ശരണിനെ കണ്ടെടുത്തോളം അവൻ അത്ര വലിയ ഒരു ഗൗരവക്കാരനോ അല്ലെങ്കിൽ അത്ര രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഉള്ളവനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവൻ്റെ ഗോഡൗണിലാണല്ലോ കൊണ്ടുപോയി പാർപ്പിച്ചത്. അതുകൊണ്ട് പലരെയും സംശയിക്കേണ്ടതായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതും എന്നാൽ ശരി, താൻ എന്താന്ന് വെച്ചാൽ ആലോചിച്ചോ. എൻ്റെ മോളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം തൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നു. അതുകൊണ്ടുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണോ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചതെന്ന് തമ്പിയോട് ഉണ്ണിത്താൻ്റെ അടുത്ത് നമ്മുടെ തമ്പി പറയാണ്. അങ്ങനെ അവരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നിരഞ്ജന റൂമിലിരുന്ന് വിവാഹത്തിന് നടന്ന ആ ഒരു സംഭവങ്ങൾ മുഴുവനും ആലോചിക്കുക. അപ്പോൾ അവളുടെ അടുത്തേക്ക് അജയ് വന്നിട്ട് പറഞ്ഞു, എന്താ ഇത്ര ആലോചന? അല്ല, ഞാൻ ജാനകിയേട്ടത്തെക്കുറിച്ചും അതുപോലെ ജാനകിയേട്ടത്തി പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയായിരുന്നു. അതൊക്കെ നടക്കട്ടെ. എന്തായാലും നീ എവിടെ അജയ് പോയത്? ശരിക്കും എന്താ സംഭവിച്ചത്? അതൊക്കെ പറയാടോ. എന്നോട് ചില ആൾക്കാർക്ക് ചില വ്യക്തിവൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. അമൃതയുടെ മാറ്ററിൽ ഞാൻ ആ ശരണുമായിട്ട് ഉടക്കിയ കാര്യം, അതുകൊണ്ട് തന്നെ അവരായിരിക്കാനാ സാധ്യത. പിന്നെ അപർണ ഈ വീട്ടിലുള്ള കാര്യം തനിക്കറിയാലോ. അപർണയും താനും തമ്മിൽ ഒരു കാരണം വെച്ചാലും മുഷിയരുത് കേട്ടോ. ഇല്ലെന്നേ, അവൾ എന്നെ വെല്ലുവിളിക്കുകയും അതുപോലെ അവൾ ചില കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. എന്നാലും ഞാൻ അതൊന്നും മനസ്സിൽ വെക്കാണ്ട അവളോട് ഇത്ര നേരമായിട്ടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മുടെ അപർണ നേരെ കിച്ചണിലേക്ക്, അപർണയല്ല നമ്മുടെ നിരഞ്ജന നേരെ കിച്ചണിലേക്ക് പോവുക. ജാനകിയേട്ടത്തിയാണെങ്കിൽ അപർണ നമ്മുടെ നിരഞ്ജനയുടെ അടുത്തേക്ക് വന്നിട്ട്, സോറി കേട്ടോ പേരിടക്കിടക്ക് മാറിപ്പോകുന്നുണ്ട്, നമ്മുടെ നിരഞ്ജനയുടെ അടുത്തേക്ക് വന്നിട്ട് ജാനിയേട്ടത്തി പറഞ്ഞു, മോളതെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ ദാ ഐശ്വര്യമായിട്ട് ഈ ഒരു കപ്പ് പാല് കൊണ്ടുപോയി അജയ്ക്ക് കൊടുക്ക്. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല മംഗളമായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസകളൊക്കെ പറയുന്ന സമയത്ത് ദാ നമ്മുടെ നിരഞ്ജനയാണെങ്കിലോ, ഏട്ടത്തി ഈ കാര്യങ്ങൾ ഏട്ടത്തിയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുക. എൻ്റെ മോളെ, ഞാൻ ഈ വീട്ടിൽ വരാനായിട്ട് ഒരു അർഹതയില്ലാതിരുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ അഭിയേട്ടൻ എന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വീട്ടിൽ വരേണ്ടി വന്നത്. അതുമല്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മായിയമ്മ നിലവിളക്ക് തന്ന് എന്നെ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. പിന്നെതാ ഇപ്പം നിനക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ജാനിയേട്ടത്തി ഇവിടെ ഉണ്ട്. എന്തായാലും മോള് ഐശ്വര്യമായിട്ട് ഇത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുക. അങ്ങനെ നമ്മുടെ ജാനകി നൽകിയ പാൽ ഗ്ലാസ്സും ഒക്കെ ആയിട്ട് നിരഞ്ജന റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അപർണ റൂമിൽ നിന്ന് ഫോണൊക്കെ ചെയ്ത് ഇറങ്ങി വരികയാണ്. അപ്പം അപർണയെ കണ്ടതും നമ്മുടെ നിരഞ്ജന, ഇതെവിടെ പോവാ? അതെ, അമൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കുത്തിക്കുറിക്കുക. അപ്പം ഞാൻ അവനൊരു ശല്യം ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കോള് വന്ന സമയത്ത് വെളിയിലേക്ക് ഇറങ്ങിയതാ. പാൽ ഗ്ലാസ്സൊക്കെ ആയിട്ട് എങ്ങോട്ടാ? അല്ല, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ജാനിയേട്ടത്തി തന്നു വിട്ടതാ. ഓഹോ, എന്തായാലും നടക്കട്ടെ. എൻ്റെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ശാന്ത മുഹൂർത്തം എന്ന് പറയുന്ന സംഭവമൊന്നും നോക്കാറില്ലേന്ന് അപർണ ചോദിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നിരഞ്ജനയാണെങ്കിലോ, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഇപ്പം ജാനിയേട്ടത്തി ഒരു ഗ്ലാസ് പാലെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അതുമായിട്ട് ഞാൻ റൂമിലേക്ക് പോവുക, അത്ര തന്നെ. എന്തായാലും നടക്കട്ടെ. ഇതിപ്പം എന്ത് പറയാനാ, ഇതിനൊക്കെ നല്ലൊരു നേരവും കാലവും ഒക്കെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനി പ്രത്യേകിച്ച് മുഹൂർത്തവും നേരവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപർണ പോയി കിടക്കെന്ന് പറഞ്ഞ് നമ്മുടെ നിരഞ്ജന നേരെ റൂമിലേക്ക് വരിക. അപ്പം നിരഞ്ജന പോയതും അതൊന്നും ഒട്ടും പിടിക്കാതെ നമ്മുടെ അപർണ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും തിരുടാപ്പണികൾ ഒപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കാത്തിരുന്ന് കാണാം. വൈകുന്നേരം ഇതിൻ്റെ പ്രമോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കേ.